ഹലോ, ഇന്ന് വിഷു ആണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. കുളിയെല്ലാം കഴിഞ്ഞു. രാവിലെ കണിയെല്ലാം കണ്ടു കഴിഞ്ഞ് കുളിച്ച് കുറച്ച് പരിപാടികളൊക്കെ അടുക്കളയുള്ളത് എല്ലാം ചെയ്തില്ല. തേങ്ങയൊക്കെ ചിരവി വെച്ചു, അരി അരയ്ക്കാണ്ടായിരുന്നു, അരി അരച്ച് വെച്ചു, അലക്കൽ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഇനി വേണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കാൻ. അപ്പം പച്ചക്കറികളൊക്കെ ആദ്യം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി വേവിക്കുക, തേങ്ങ ചിരവി വെച്ചുകൊണ്ട് അത് അരയ്ക്കുക. അങ്ങനെ വേവിക്കലും അരയ്ക്കലും പണികളൊക്കെ തന്നെയാണ് ഇനി ഉള്ളത്. പിന്നെ സദ്യ എന്ന് പറയാൻ അധികമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സമയം പോലെ എൻ്റെ മൂഡ് പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. കാരണം ഞാൻ ഒറ്റയ്ക്ക് വേണം ഉണ്ടാക്കണമെങ്കിൽ. ഏട്ടൻ അമ്പലത്തിൽ പോയി. പിന്നെ അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എൻ്റെ സമയത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും പച്ചക്കറികളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ അരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. കിച്ചു എണീറ്റിട്ടില്ല. അവരെ രാവിലെ കണിയെല്ലാം കാണിപ്പിച്ച് പിന്നെയും പോയിട്ട് കിടന്നുറങ്ങിയതാണ്. പിന്നെ ഇന്നലെ രാത്രി പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ കുറേ ലേറ്റായി. അതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റ് ആകുമായിരിക്കും. നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ എണീക്കുമ്പോഴേക്കും കുറച്ചൊക്കെ അടുക്കളയിലെ പണി തീർത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറാം. സെറ്റ് മുണ്ട് എന്താ എടുക്കാത്തതെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം കുറച്ച് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സെറ്റ് മുണ്ട് എടുത്ത് നമ്മൾ പണിയെടുക്കുമ്പോൾ എന്തായാലും അതൊക്കെ മുഷിയും. അപ്പം ഞാൻ വിചാരിച്ചു അടുക്കളയിൽ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓലൻ ഉണ്ടാക്കാനായിട്ട് ഇന്നലെ പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു മമ്പയർ. ആ മമ്പയർ കഴുകിയിട്ട് അതിലേക്ക് മത്തനും ഇളവനും പച്ചമുളകും കൂടെ ഇടുക. പച്ചമുളക് നടുവേ കീറിയിട്ട് വേണം ഇടാൻ. അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് അടച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് ഗ്യാസിൻ്റെ മേലേക്ക് വയ്ക്കാം. 2 വിസിലാണ് ഞാൻ ഓലന് വേണ്ടി എടുക്കാറുള്ളത്. അപ്പോൾ 2 വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് വിസിലടിച്ച് കഴിയുമ്പം പിന്നെ ഞാൻ തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ജാറിലേക്ക് ഇട്ടിട്ട് ലേശം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ മത്തനും മമ്പയറും ഇളവനൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ വെന്ത കഷ്ണം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മേലെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ അത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ നിൽക്കില്ല. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്താൽ ഓലൻ റെഡി. ഇനി നമ്മൾ എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ആദ്യം പൊതിർത്ത് വെച്ച പരിപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മത്തൻ്റെ കഷ്ണം ഇട്ട് വയ്ക്കുക. പരിപ്പും മത്തനും കൂടെയുള്ള എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ മൂടിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കുക. മത്തനും പരിപ്പും വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവി വെച്ചത് ജാറിലേക്ക് ഇട്ടിട്ട് തേങ്ങയിലേക്ക് ജീരകവും ചുവന്ന മുളകും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് അരച്ചെടുത്ത് വയ്ക്കുക. കുക്കറിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും മുളകും കൂടെ ഉള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ശേഷം വാങ്ങി വെച്ചിട്ട് നമ്മൾ വറുത്തിടുക. എരിശ്ശേരിക്ക് വറുത്തിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉഴുന്നും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക.
കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഉഴുന്നൊക്കെ ചുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേശം തേങ്ങ ചിരവ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആയ ഉപ്പേരി ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഉപ്പേരിയും ഓരനും എരിശ്ശേരി ആയപ്പോഴേക്കും ഏട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നു. ഏട്ടൻ്റെ ഡ്യൂട്ടിയാണ് പായസം വയ്ക്കുക എന്നുള്ളത്. ഏട്ടൻ നല്ല അടിപൊളിയായിട്ട് പായസമൊക്കെ വയ്ക്കും. എനിക്കത്ര അറിയില്ല. അപ്പം പായസം വയ്ക്കാനും മാങ്ങാക്കൂട്ടാൻ വയ്ക്കാനും ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ സെറ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി. ഭക്ഷണമൊക്കെ ആയി കഴിഞ്ഞ് സെറ്റ് കൊണ്ടൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സെറ്റ് കൊണ്ടൊക്കെ അഴിച്ചു വെച്ചു. കാരണം എനിക്ക് ചൂടത്ത് ആവുന്നില്ല സെറ്റ് കൊണ്ട് കൊടുത്ത് നടക്കാനൊന്നും. അപ്പോൾ സെറ്റ് കൊണ്ടൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് അഴിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. പിന്നെ ഉറങ്ങാനൊന്നും ആവുന്നില്ല, ഭയങ്കര ചൂടായതുകൊണ്ട് ഉറങ്ങാനൊന്നും ആവുന്നില്ല. കുറച്ച് നേരം കിടന്നു കഴിഞ്ഞ് പിന്നെ ഒരു 3:30 ആയപ്പം ഏട്ടൻ അമ്പലത്തിലേക്ക് പോയി. ഇനിയിപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പാല് കുടിക്കാൻ നോക്കുകയാണ്. ചായ കുടിക്കാറില്ല. ഇപ്പം കുറച്ചായിട്ട് പാലാണ് കുടിക്കൽ. രാവിലെ ഒരു ഗ്ലാസ് പാല്, വൈകുന്നേരം ഒരു ഗ്ലാസ് പാല് കുടിക്കും. അപ്പം ഇനി പാല് കുടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ഓരോരോ പരിപാടികൾ ഓരോന്ന് ചെയ്ത് കുറച്ച് കമ്പിത്തിരിയൊക്കെ സന്ധ്യ ആകുമ്പം കത്തിച്ച് പിന്നെ പടക്കം പൊട്ടിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ രാത്രി ഏട്ടൻ വന്നിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം കഴിയും. പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ ഒരു കാറുണ്ട്, അതും കൊണ്ട് റോട്ടുമ്മലേക്ക് പോവാം, വേഗം പോയിട്ട് വരാം, എന്നിട്ട് അമ്മ ബാക്കി പണിയൊക്കെ എടുത്തോളൂ പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ കൂടെ ഒന്ന് റോട്ടുമ്മലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വലിയ കുഴപ്പമില്ലാതൊക്കെ ഈ വർഷത്തെ വിഷുവും കടന്നുപോയി. രാത്രിയത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കലുണ്ടാവില്ല. കാരണം ഇന്നലെ രാത്രി ലേറ്റായിട്ട് ഉറങ്ങി, രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പിന്നെ ചൂട് കാരണം ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് രാത്രി വേഗം കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പരമാവധി വേഗം ഉറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പടക്കം പൊട്ടിക്കുന്നതും പൂക്കൂറ്റി കത്തിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ രാത്രിയത്തെ 1-2 വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്.
അതുകൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ ബൈ ബൈ.